പാനൂർ സ്ഫോടന വിഷയത്തിൽ CPM-ൽ ഭിന്നത. സംഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി എന്നാണ് വിമർശനം. നേതാക്കൾ വീട് സന്ദർശിച്ചതിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. കെ ശൈലജ സംസ്ഥാന നേതൃത്വത്തെ വീണ്ടും അതൃപ്തി അറിയിച്ചു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഈ വിഷയത്തിൽ കെ ശൈലജ സംസ്ഥാന നേതൃത്വത്തെ വീണ്ടും അതൃപ്തി അറിയിച്ച സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി പക്ഷേ ഇതിനെ ന്യായീകരിക്കുകയാണ്. കാരണം നിങ്ങളുടെ വീടിനടുത്ത് ഒരാൾ മരിച്ചാൽ നിങ്ങൾ പോവില്ല. ഇത് തീർത്തും മനുഷ്യത്വപരമായൊരു രീതി മാത്രമായിരുന്നു ഈ മരിച്ചയാളുടെ വീട് സന്ദർശനം എന്ന മട്ടിൽ. എങ്ങനെയാണ് ഈ CPM-നുള്ളിലെ ഭിന്നത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കാണേണ്ടത്? ലക്ഷ്മി, പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPM പ്രതിരോധത്തിലായി നിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. പ്രധാനമായും CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ രാഷ്ട്രീയപരമായി ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇത്തരത്തിൽ ശക്തമായി അതൃപ്തി പ്രകടമാക്കിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ സ്ഫോടനമുണ്ടാകുകയും അതിൽ CPM പ്രവർത്തകർ പ്രതികളാക്കപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യം അത് വീണ്ടും കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവും TP ചന്ദ്രശേഖരന്റെ വധവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ച ആക്കുന്നതിന് പ്രതിപക്ഷവും NDAയും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്നൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പ്രധാനമായും നേതാക്കൾ ഈ മരണപ്പെട്ടയാളുടെ വീട് സന്ദർശിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തത് ആയിരുന്നു എന്നൊരു അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തിരിക്കുന്നത്. കെ ശൈലജ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ CPM പ്രവർത്തകരുടെ പങ്ക് പുറത്തു വന്നപ്പോൾ തന്നെ കെ ശൈലജ പാർട്ടിയിൽ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. ഇപ്പോൾ ഈ നേതാക്കളുടെ വീട് സന്ദർശനവും കൂടിയായപ്പോൾ വീണ്ടും കെ ശൈലജ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ വീട് സന്ദർശിക്കുന്നത് മനുഷ്യത്വപരമായ നടപടി എന്ന് അതിനെ ചെറുതാക്കി കാണാൻ ശ്രമിക്കുകയോ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രധാനമായും വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ കെ ശൈലജയ്ക്ക് അതൃപ്തി ഉണ്ട്. കാരണം ഇത് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കാര്യമായി ബാധിക്കുമോ എന്നൊരു വിമർശനവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എന്തായാലും പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ അന്വേഷണം വേണം എന്നാണ് കെ ശൈലജയുടെ ആവശ്യം എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബോംബ് നിർമ്മാണത്തെ കുറിച്ചൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സർക്കാർ അത് അവഗണിച്ചതാണ്. ഇത് CPM-ന്റെ സംരക്ഷണയിൽ തന്നെയാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണങ്ങൾ എന്നിരിക്കെ എങ്ങനെ പാർട്ടിതല അന്വേഷണം ഫലവത്താകുമെന്നുള്ളതാണ്. കെ ശൈലജയുടെ ആവശ്യത്തെ സംസ്ഥാന നേതൃത്വം എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വിഷയത്തിൽ തള്ളാനും കൊള്ളാനുമാകാത്ത ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ CPM സംസ്ഥാന നേതൃത്വം. ലക്ഷ്മി, ഇതിൽ കെ ശൈലജ പാർട്ടി തല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോ CPM സംസ്ഥാന സെക്രട്ടറിയോ ഒന്നും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഒരു തരത്തിൽ ഇതിനെ ന്യായീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കുക, ഒരു ചർച്ച ആകുന്നതിന് പകരം അതിനെ ഒഴിവാക്കുക എന്ന തരത്തിലേക്കുള്ള സമീപനമാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. പ്രതികൾ എന്ന തരത്തിൽ ഇവരെ പ്രതികളായി അതിൽ ഈ കാണണമെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ കെ ശൈലജ നേരത്തെ പങ്കുവച്ചിരുന്നു. പക്ഷേ ഏത് തരത്തിലായിരിക്കും CPM-ന്റെ തന്നെ അന്വേഷണം വരിക എന്നത് വ്യക്തമല്ല. കാരണം പ്രാദേശികമായ നേതൃത്വം ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് പാർട്ടി തന്നെ അന്വേഷിക്കുന്നതിൽ കൂടി അതിൽ വ്യക്തത വരുമെന്ന കാര്യത്തിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പാനൂരിലെ സ്ഫോടനം അത് CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അത് CPM-നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനത്താകെ തിരിച്ചടി ആകുമെന്ന വിലയിരുത്തലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചന്തു, ഈ പറഞ്ഞതുപോലെ ഇനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത മാത്രമല്ല പിടിയിലായവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ അത്രയും ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം. പിണറായിയുടെ പോലീസ് തന്നെയാണ് ഇവരെ പിടികൂടിയത് എന്നുള്ളത് കൊണ്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാനാകും എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഇതിലിപ്പോൾ പ്രധാനമായും പിടികൂടിയവരുടെ CPM ബന്ധം അത് പ്രതിപക്ഷമെല്ലാം ആയുധമാക്കിയിട്ടുണ്ട്. ഈ CPM ബന്ധം ഈ പിടികൂടിയവർക്ക് CPM DYFI ബന്ധം വ്യക്തമാകുന്നുണ്ട്. അത് നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയോടൊപ്പം ഈ വ്യക്തികളൊക്കെ നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ വന്നിരുന്നു. അതെന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇതിൽ ഒഴിഞ്ഞു മാറാനാകാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം പാർട്ടി പ്രവർത്തകർ ആണ് എന്ന സജീവമായ പാർട്ടി പ്രവർത്തകർ ആണെന്ന വസ്തുത പുറത്തു വന്ന സാഹചര്യത്തിൽ ഒഴിഞ്ഞു മാറാനാകാത്ത അവസ്ഥയിൽ കൂടിയാണ് CPM പ്രധാനമായും നിൽക്കുന്നത്. എന്തായാലും ഇതിനെ ന്യായീകരിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ശക്തമാകുന്ന സാഹചര്യമുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം കൂടി നേരത്തെ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന വികാരങ്ങൾക്കൊപ്പം ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധവും കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവും ഒക്കെ കൂടി ചർച്ചയാക്കുന്നതിന് ഈ പാനൂരിലെ സ്ഫോടനം കാരണമായി എന്നൊരു വിലയിരുത്തൽ പ്രധാനമായും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇന്ന്
CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതിൽ ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കെ ശൈലജയുടെ ഈ അതിർത്തി ഏത് തരത്തിലായിരിക്കും ഇനി സംസ്ഥാന നേതൃത്വം നോക്കിക്കാണുക എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്.